നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര കോഴിക്കോട്ട് നിന്നും ആരംഭിച്ചു. മലബാർ ക്ഷേത്ര ജീവനക്കാരോടുള്ള സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അവഗണനയ്ക്കെതിരെ മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ INTUC-യുടെ പ്രതിഷേധം. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പേരുകൾ ഓർമ്മിച്ചെടുത്ത് പറഞ്ഞ് കോഴിക്കോട് സ്വദേശിക്ക് ടൈം വേൾഡ് ഓഫ് റെക്കോർഡ്. തൊഴിലാളികൾക്ക് ന്യായമായും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സാങ്കേതിക തർക്കങ്ങൾ ഉണ്ടാക്കി തടസ്സപ്പെടുത്തുകയാണ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസുകളെന്ന് എളമരം കരീം MP. BJP-യെ നേരിടാൻ ഇടത് ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കുക മാത്രമാണ് പോംവഴിയെന്ന് INL നേതാവ് തസ്നീം ഷാജഹാൻ. ശബരിമലയിൽ 18ാം പടി പൊളിച്ചുമാറ്റി പണിയുന്നതിനെതിരെ പണിക്കർ സർവീസ് സൊസൈറ്റി. നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് കോഴിക്കോട്ട് നിന്നും കൊല്ലത്തേക്ക് യാത്രയായി. സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ചു. മേയർ ബീന ഫിലിപ്പ് പരീക്ഷാ വിഭാഗം ജോയിന്റ് കമ്മീഷണർ ഗിരീഷ് ചോലയിലിന് കപ്പ് കൈമാറി. കോഴിക്കോട് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മേയർ ബീന ഫിലിപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷാ വിഭാഗം ജോയിന്റ് കമ്മീഷണറായ ഗിരീഷ് ചോലയിലിന് സ്വർണ്ണക്കപ്പ് കൈമാറി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഗവാസ് അധ്യക്ഷനായിരുന്നു. വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ മനോജ് കുമാർ, RTD സന്തോഷ് കുമാർ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ UK അബ്ദുൽ നാസർ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 4 മുതൽ 8 വരെ കൊല്ലത്ത് വെച്ച് നടക്കുന്ന 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ യുവജനോത്സവത്തിന് മാറ്റുരച്ച കലാപ്രതിഭകളും SPC NSS വളണ്ടിയർമാരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാറിലെ ക്ഷേത്ര ജീവനക്കാരോടുള്ള സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അവഗണനയ്ക്കും നിഷേധാത്മക നിലപാടുകൾക്കുമെതിരെ ക്ഷേത്ര ജീവനക്കാർ ധർണ നടത്തി. മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ INTUC നേതൃത്വത്തിൽ നടന്ന പരിപാടി DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. മരവിപ്പിച്ച ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ശമ്പള കുടിശ്ശിക കൊടുത്തു തീർക്കുക, പെൻഷൻ ഗ്രാറ്റുവിറ്റി പരിഷ്കരിക്കുക, മാസം തോറും പൂർണ്ണ ശമ്പളം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രാപ്തനായ നേതാവാണ് MK രാഘവൻ. അതുകൊണ്ട് നിങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉറപ്പുണ്ട്. പക്ഷേ പോരാട്ടമാണ്. നമുക്കറിയാം ദൈവങ്ങളുടെ സർക്കാരിന്റെ സമീപനം. ഞാൻ എല്ലാ കൊല്ലം ശബരിമലയ്ക്ക് പോകുന്നതാണ്. ഇപ്രാവശ്യം പോയിട്ടില്ല. പക്ഷേ അച്ഛനെ കാണാത്തറിയോ, പന്തളത്ത് മടങ്ങേണ്ടി വരും, അല്ലെങ്കിൽ പമ്പയിൽ കഴിക്കേണ്ടി വരും. അതുപോലെ പമ്പയിൽ മടങ്ങേണ്ടി വരും. അവിടെ കോവിഡ് തിരക്ക് ഒരു നേതൃത്വമില്ല. അത് മാത്രവുമല്ല, പോലീസുകാരില്ല. നവകേരള സദസ്സിൽ 2000 പോലീസുകാർ, ശബരിമലയിൽ പോലീസുകാരില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മുടെ
PK ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് K രാജീവ്, PM നിയാസ്, സജീവൻ കാനത്തിൽ, മധുസൂദനൻ കടാമ്പുഴ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തൊഴിലാളികൾക്ക് ന്യായമായും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സാങ്കേതിക തർക്കങ്ങൾ ഉണ്ടാക്കി തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസുകളിലെന്ന് എളമരം കരീം MP. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആദായനികുതി ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മിനിമം പെൻഷൻ 9,000 രൂപയാക്കി ഉയർത്തുക, DA ഏർപ്പെടുത്തുക, മുതിർന്ന പൗരന്മാരുടെ സൗജന്യ ട്രെയിൻ യാത്ര പുനഃസ്ഥാപിക്കുക, ഹയർ ഓപ്ഷൻ പെൻഷൻ അടിയന്തരമായി വിതരണം ചെയ്യുക, സൗജന്യ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് PF പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസ് ഉപരോധിച്ചത്. സ്വകാര്യ വ്യവസായ സ്ഥാപനത്തിൽ സർക്കാരിലായാലും പ്രൈവറ്റിലായാലും കഴിഞ്ഞ 10-30 വർഷക്കാലത്തോളം വളരെയേറെ ത്യാഗങ്ങൾ അനുഭവിച്ച് സേവനമനുഷ്ഠിച്ചിട്ടുള്ള നിരവധി ആളുകളാണ്. ഇവരുടെ എല്ലാം ആവശ്യങ്ങൾക്കും ഭാവി ജീവിതത്തിനും വേണ്ടി ഒരു സന്തുഷ്ടമായ ജീവിതം നയിക്കുന്നതിനും വേണ്ടി നമ്മുടെ EPF 95 പദ്ധതി വളരെയേറെ പ്രയോജനപ്പെടും സാധിക്കുമെന്നുള്ള ഒരാശ, ഒരു സന്തോഷം, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിക്കൊണ്ട് ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടി പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉപരോധ സമരം എളമരം കരീം MP ഉദ്ഘാടനം ചെയ്തു. കാനങ്കോട്ട് ഹരിദാസ് അധ്യക്ഷനായിരുന്നു. TP ഉണ്ണിക്കുട്ടി, അബ്ദുൾ സലാം തുടങ്ങിയവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലേ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പേരുകൾ ഓർത്തെടുത്ത് പറഞ്ഞ് കോഴിക്കോട് സ്വദേശിക്ക് ടൈം വേൾഡ് ഓഫ് റെക്കോർഡ്. കണ്ണഞ്ചേരി ഡേലൈറ്റ് വീട്ടിൽ സനിൽ ദീപിന്റെയും അഖിലയുടെയും മകനായ ഷാരൂൺ S ദീപിനാണ് നേട്ടം. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പേരുകൾ പറഞ്ഞാണ് റെക്കോർഡ് സ്വന്തമാക്കിയത്. George Washington, John Adams, Thomas Jefferson, James Madison, James Monroe, John Quincy Adams, Andrew Jackson, Martin Murray, William Henry Harrison, John Taylor, James K. Zachary Taylor, Millard Fillmore, Panning P.S., James Buchanan, Napoleon, Andrew Johnson, Ulysses S. Grant, Rutherford B. James Gratfield, Chester Arthur, Grover Cleveland, Benjamin Harrison, Grover Cleveland, William McKinley, Theodore Rutherford, William Howard Taft, Woodrow Wilson, Baron Charles, Calvin Coolidge, Edward Franklin D. Roosevelt, Darius Truman, Dwight Eisenhower, Donald Kennedy, Lyndon B. Johnson, Richard Nixon, Gerald Ford, Jimmy Carter, Ronald Reagan, George H.W. Bush, Bill Clinton, George W. Bush, Barack Obama, Donald Trump, Joe Biden. 28 സെക്കൻഡ് കൊണ്ട് ഇതുവരെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പേര് പറഞ്ഞതാണ് നിലവിലെ സ്വന്തം റെക്കോർഡ് തിരുത്തി ഷാരൂൺ S ദീപിന് ടൈം വേൾഡ് റെക്കോർഡ് ലഭിച്ചത്. ടൈം വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ബാഡ്ജും പ്രമുഖ മജീഷ്യൻ പ്രദീപ് ഹുഡിനോയിൽ നിന്നും ഷാരൂൺ ഏറ്റുവാങ്ങി. 2020 നവംബറിൽ അമേരിക്കയിൽ 46 പ്രസിഡന്റുമാരുടെ പേരുകൾ 57 സെക്കൻഡ് കൊണ്ട് പറഞ്ഞപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. 2020 ഡിസംബറിൽ സമാന കാറ്റഗറിയിൽ 42 സെക്കൻഡ് കൊണ്ട് സ്വന്തം റെക്കോർഡ് തിരുത്തി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും സ്വന്തമാക്കി. 2021 ഒക്ടോബറിൽ 30 സെക്കൻഡ് കൊണ്ട് ഓർമ്മശക്തിയിൽ വീണ്ടും നിലവിലെ റെക്കോർഡ് മറികടന്ന് അറേബ്യൻ വേൾഡ് ഓഫ് റെക്കോർഡും ലഭിച്ചു. ഇതിന് പിന്നാലെയാണ് ഈ വർഷം ജനുവരി 1 വീണ്ടും സമയം കുറച്ച് ടൈം വേൾഡ് റെക്കോർഡിലും ഇടം നേടിയതെന്ന് മജീഷ്യൻ പ്രദീപ് ഹുഡിനോ, ഗിന്നസ് ദിലീഫ്,
സനിൽ ദീപ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതിയറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദീപ്തം 2023 NSS ക്യാമ്പിന് സമാപനമായി. 7 ദിവസങ്ങളിലായി നടന്ന സഹവാസ ക്യാമ്പിൽ തെരുവ് നാടകവും ബോധവൽക്കരണവും അടക്കം വിവിധ പ്രവർത്തനങ്ങളും കലാപരിപാടികളും നടന്നു. ക്യാമ്പിൽ മികവ് പുലർത്തിയവരെയും അനുമോദിച്ചു. പുതിയറ GVHSS സ്കൂളിൽ വെച്ച് നടന്ന കുറ്റിച്ചിറ VHSS NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ദീപ്തം 2023 സമാപിച്ചു. വാർഡ് കൗൺസിലർ റനീഷ് ടി ഉദ്ഘാടനം നിർവഹിച്ചു. GVHSS പുതിയറ PTA പ്രസിഡന്റ് അഫ്സൽ KT അധ്യക്ഷനായിരുന്നു. കുറ്റിച്ചിറ VHSS പ്രിൻസിപ്പൽ ഡോക്ടർ സുബി K ബാലകൃഷ്ണൻ, NSS പ്രോഗ്രാം ഓഫീസർ സുജാകുമാരി C, NSS ലീഡർ ആദിഷ T, GVHSS കുറ്റിച്ചിറ മദർ PTA പ്രതിനിധി അസ്മ ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു. 7 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ തെരുവ് നാടകവും സ്ത്രീധനത്തിനെതിരെയുള്ള നാടകവും പൊതുസ്ഥലത്ത് അവതരിപ്പിച്ചു. പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച NSS വളണ്ടിയർമാർക്കും ട്രോഫികൾ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ നാഷണൽ ലീഗ് സ്ഥാപക നേതാവ് ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെ പുത്രിയും വനിതാ ലീഗ് നേതാവുമായിരുന്ന തസ്നീം ഷാജഹാൻ INL തിരിച്ചെത്തി. BJPയെ നേരിടാൻ ഇടത് ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കുക മാത്രമാണ് പോംവഴിയെന്നും അതിനായി പരിശ്രമിക്കുമെന്നും അവർ പറഞ്ഞു. Sweat, the foundation of INL, the Tarakal എന്ന് പറയുമല്ലോ, അത് എൻ്റെ വാപ്പയുടെ കണ്ണുനീരിലായിരുന്നു INL രൂപം കൊണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യയിലെ കാര്യങ്ങൾ ഞങ്ങൾ കാണുന്നു. The main challenges before us before democratic secular India is a threat caused by Hindutva forces, fascist forces represented by the Sangh Parivar. And I can see this is very clear that ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശബരിമലയിലെ 18ാം പടി പൊളിച്ചുമാറ്റി പണിയുന്നതിനെതിരെ പണിക്കർ സർവീസ് സൊസൈറ്റി. ദേവസ്വത്തിന്റെ ഈ നീക്കം ജ്യോതിഷത്തെയും തന്ത്രവിധികളെയും അവഹേളിക്കുന്നതാണെന്നും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ട് പ്രശ്നപരിഹാരം കാണണമെന്നും സംസ്ഥാന ചെയർമാൻ TK മുരളീധര പണിക്കർ ആവശ്യപ്പെട്ടു. ഈ 7 വർഷത്തിന് ശേഷമാണ് ശബരിമലത്തിൽ വലിയൊരു വിഷയങ്ങളെ വന്നത്. ഒരു ഇത്രയും തിരക്കുള്ള ക്ഷേത്രമാണെന്ന് നൂറ്റാണ്ടുകൾ മുന്നേ അറിയാം. ഇത് അറിഞ്ഞുകൊണ്ടും ദേവസ്വം അധികൃതർക്ക് വേണ്ടി യാതൊരുതായിട്ടുള്ള മുൻകരുതലോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല. ഇത്രയും ഇത് ചെയ്യുന്നത് ഹിന്ദുക്കളോട് ചെയ്യുന്ന ഹിന്ദു ഭക്തരോട് ചെയ്തിരിക്കുന്ന ശക്തമായിട്ടുള്ള മറ്റു മതസ്ഥരായിരിക്കും ഏത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളിയായും മറ്റായിരിക്കും ഏത് മുസ്ലിംസായാലും അവർക്കൊന്നും ആ വിഷയമില്ല. ഇത് ഹിന്ദുക്കൾക്ക് മാത്രം തിരിച്ചിരിക്കുന്ന ഒരു വിഭേദനാണ്. ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ആവാസത്തിന് വേണ്ടി ക്ഷേത്ര സംരക്ഷണ പിടിക്കും എല്ലാം തന്നെ ഇപ്പം അതായത് കേരളത്തിൽ നിരന്തരമായിരിക്കുന്ന സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് എന്താണ് ഈ ഭക്തോട് ചെയ്യുന്നതായിട്ട് ഇത്ര വലിയ ഭീഷണി? ഈ ക്ഷേത്രം ശബരിമല മാത്രമല്ല, ഈ 7.5 വർഷക്കാലമായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ക്ഷേത്രത്തിന്റെയും അവസ്ഥ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന അവസ്ഥയിൽ ഓരോ കൃത്രിമങ്ങളും കാട്ടിയിട്ടുണ്ട്. ഇത്രയും വർഷമില്ലാത്ത ഒരു കാലഘട്ടമായി ചുറ്റും തിരക്കും മരണവും പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും
വലിക്കെടുത്തു, വെള്ളം കിട്ടുന്നില്ല. ചോദിക്കാൻ പറഞ്ഞാൽ അവിടെ അല്പം ഒരു തിരക്കില്ല, ഒന്നുമില്ല, അവിടെ സമാധാനമാണ്, പച്ച സമാധാനം ചെയ്യും. അപ്പൊ അതിനു മുതൽ അറുതി വ്യക്തി മതിയുള്ളൂ. ഇനി അതേ മുഖ്യമന്ത്രിയുടെ ഇടപെട്ട് അതായത് പരിഹാരം കണ്ടെത്തിയാൽ എല്ലാ ഹൈന്ദവ സംഘടനകളെ ചേർത്തും കൊണ്ട് ദേവസ്വം ബോർഡിൽ ഞങ്ങൾ കൃത്യമായിരിക്കുന്ന സമരങ്ങൾ നടത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മണൽത്താഴം ഗോവിന്ദപുരം റെസിഡൻസ് അസോസിയേഷൻ വിവിധ പരിപാടികളോടെ 13ാം വാർഷികം ആഘോഷിച്ചു. ലഹരിക്കെതിരെയും മാലിന്യ നിർമ്മാർജ്ജനത്തിനെ കുറിച്ചും ബോധവൽക്കരണ ക്ലാസുകൾ നടന്നു. കലാപരിപാടികൾ കൊണ്ടും വാർഷിക പരിപാടി ആകർഷകമായി. മണൽത്താഴം ഗോവിന്ദപുരം റെസിഡൻസ് അസോസിയേഷന്റെ 13ാം വാർഷിക പരിപാടികൾ വളയനാട് ശ്രീദേവി കല്യാണ മണ്ഡപത്തിൽ നടന്നു. കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി സെക്രട്ടറി രഗീഷ് പറക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ തലമുറ നേരിടേണ്ടി വരുന്ന ലഹരിയുടെ ഭവിഷ്യത്തുകളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിഹാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. മാലിന്യ നിർമ്മാർജ്ജനത്തെപ്പറ്റിയും റെസിഡൻസ് അസോസിയേഷന്റെ ഇതിലുള്ള പങ്കിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. 28ാം വാർഡ് കൗൺസിലർ MC അനിൽകുമാർ ചടങ്ങിന് ആശംസകൾ നേർന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കലാപരിപാടികളിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വ്യാപാര മേഖലയിൽ പ്രതിസന്ധികൾ രൂക്ഷമായ ഇന്നത്തെ സാഹചര്യത്തിൽ വ്യാപാര സംഗമം ഉൽപാദകർക്കും വിപണനക്കാർക്കും ഗുണം ചെയ്യുമെന്ന് വ്യാപാര പ്രമുഖൻ ഷവലിയർ C ചാക്കുണ്ണി. സ്കൂബിയുടെ ഡീലർ മീറ്റിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടത്തരം ചെറുകിട വ്യാപാരികൾ മുൻകാലങ്ങളിലില്ലാത്ത പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിൽ അന്ന കിറ്റക്സ് ഗ്രൂപ്പ് വ്യാപാരികളെ സമ്മാനങ്ങൾ നൽകി ആദരിക്കുന്നതും വ്യാപാര സംഗമം നടത്തി ആശയവിനിമയം നടത്തുന്നതും ഉൽപാദകർക്കും വിപണനക്കാർക്കും ഒരുപോലെ ഗുണകരമാകുമെന്ന് ഷവലിയർ C ചാക്കുണ്ണി പറഞ്ഞു. പാരമൗണ്ട് ടവറിൽ നടന്ന കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ സ്കൂബിയുടെ ഡീലർ മീറ്റിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് ഓരോ ഉൽപ്പന്നങ്ങളും വിപണിയിൽ എത്തിക്കുന്നതെന്ന് അന്ന കിറ്റക്സ് ജനറൽ മാനേജർ KC പിള്ള അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. വയനാട് ജില്ലയിലെ വിജയികൾക്ക് ശ്രീകൃഷ്ണ ടെക്സ്റ്റൈൽസ് MD C പ്രഭാകരൻ സമ്മാനങ്ങൾ നൽകി. തുടർന്ന് വ്യാപാരികളുമായി നടന്ന ചർച്ചയിൽ മാർക്കറ്റിംഗ് മാനേജർ പ്രിൻസ് മാത്യു, ഫീൽഡ് ഓഫീസർമാരായ ജോഷി, അഖിൽ, ഉമർ എന്നിവരും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഫാൽക്കൺ ഏജൻസി പ്രൈവറ്റ് ലിമിറ്റഡ്, ന്യൂ കേരള സ്റ്റേഷനറി മാർട്ട്, വെസ്റ്റ് ഇന്ത്യ പ്ലാസ്റ്റിക് ട്രേഡിംഗ് കമ്പനി, വയനാട് ജില്ലയിലെ ചില്ലു ഏജൻസി പ്രൈവറ്റ് ലിമിറ്റഡ്, NA ട്രേഡിംഗ് കമ്പനി, കണ്ണൂർ ഏജൻസീസ്, മലപ്പുറം ജില്ലയിലെ ഫ്രണ്ട്സ് ബാഗ് മഞ്ചേരി, ടിങ്കിൾ ബൈറ്റ് ആൻഡ് ബാഗ്സ്, ഹൈഫൈ ഫാൻസി ആൻഡ് ടോയ്സ് എന്നിവരും സംസാരിച്ചു. റീജിയണൽ സെയിൽസ് ഓഫീസർ എൽദോസ് KI, അക്കൗണ്ട്സ് മാനേജർ KT രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര കോഴിക്കോട്ട് നിന്നും ആരംഭിച്ചു. മലബാർ ക്ഷേത്ര ജീവനക്കാരോടുള്ള സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അവഗണനയ്ക്കെതിരെ മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ INTUC-യുടെ പ്രതിഷേധം. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പേരുകൾ ഓർമ്മിച്ചെടുത്ത് പറഞ്ഞ് കോഴിക്കോട് സ്വദേശിക്ക് ടൈം വേൾഡ് ഓഫ് റെക്കോർഡ്. തൊഴിലാളികൾക്ക് ന്യായമായും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സാങ്കേതിക തർക്കങ്ങൾ ഉണ്ടാക്കി തടസ്സപ്പെടുത്തുകയാണ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസുകളെന്ന് എളമരം കരീം MP. BJP-യെ നേരിടാൻ ഇടത് ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കുക മാത്രമാണ് പോംവഴിയെന്ന് INL നേതാവ് തസ്നീം ഷാജഹാൻ. ശബരിമലയിൽ 18ാം പടി പൊളിച്ചുമാറ്റി പണിയുന്നതിനെതിരെ പണിക്കർ സർവീസ് സൊസൈറ്റി.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.